Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ നാട്ടിലുള്ള വ്ളോഗാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാനുള്ളത് നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഏഞ്ചൽ ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് ബ്യൂട്ടി സ്പായിലാണ് കേട്ടോ. എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെയർ കളർ ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി. ബിക്കോസ് ഇവിടെ ജയശ്രീ ചേച്ചീൻ്റെ ഹെയർ കളറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. സോ ഞാൻ വേറെ പലയിടത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ഹെയർ കളറിൻ്റെ പരിപാടി എനിക്കിഷ്ടം സത്യം പറഞ്ഞ് ഇവിടെ തന്നെയാണ്. നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. നിങ്ങൾക്കറിയാം എൻ്റെ ആദ്യത്തെ ഹെയർ കളറിങ് ഞാൻ ചേച്ചിയുടെ അടുത്താണ് ചെയ്തേക്കുന്നത്. ദ ക്വാളിറ്റി ഈസ് അമേസിങ് ആൻഡ് ചേച്ചി പ്രീ ലൈറ്റിംഗ് ചെയ്യാണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറിന്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നേക്കാണ്. ആൻഡ് ഇന്നലെ നമുക്ക് അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ സ്റ്റോറീസ് ഒക്കെ കണ്ടവർക്ക് അറിയുണ്ടാവും. ഞാൻ ഇവിടെ അടിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ് കുട്ടികളെ. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് തോന്നും. അപ്പൊ ഞാൻ എന്റെ സ്ഥിരം സ്ഥലം അല്ലെ വർഷങ്ങളായിട്ടുള്ള ഹെയർ കളറും ഏഞ്ചൽ ബ്രൈഡൽ സ്റ്റുഡിയോ സ്പായിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വേറെ അടുത്തൊക്കെ പോയിട്ട് ഹെയർ കളർ ചെയ്യും, പക്ഷെ എനിക്ക് തൃപ്തികരമാവാറില്ല. ഞാൻ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേച്ചി പിടിച്ചോളൂ. ചേച്ചി ഇതാണ് നമ്മുടെ ചേച്ചി നമ്മുടെ പുതിയ എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ചേച്ചി കാണിച്ചു തരാണ്. ചേച്ചിയുടെ ബ്രൈഡൽ സ്റ്റുഡിയോ സ്പാ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചേച്ചി ബ്രൈഡൽ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. അടിപൊളിയായിരുന്നു. എനിക്ക് കുറെ ഞാൻ ചേച്ചി ഹെയറിന്റെ മെയിൻ ആളാണ് കേട്ടോ. അതായത് ബ്രൈഡൽസ് എനിക്ക് ചേച്ചി ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി ചെയ്തു തന്ന ഹെയറിന്റെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അടിപൊളി ടക്കെന്നാണ് ചെയ്യണത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിട്ട്. ഞാൻ ഇവിടെ ആഡ് ചെയ്യും. നല്ല രസമായിട്ട് ചേച്ചി എനിക്ക് പെട്ടെന്ന് ചെയ്തതാ. അതിന് കൂടെ തന്നെ ചേച്ചി ബാക്കി എല്ലാം ഓൾറൗണ്ടറാണ് അല്ലെ എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് എന്റെ ഹെയർ കളർ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ പ്രിഫറൻസ് എപ്പോഴും നോ ബ്ലീച്ച് അതാണ്. അപ്പൊ നോ ബ്ലീച്ച് ആവുമ്പോ എനിക്ക് ഞാൻ വേറെ അടുത്ത് പോയി നോ ബ്ലീച്ച് ചെയ്തിട്ട് എന്റെ കളർ കൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ടില്ല. ചില ആൾക്കാർ പറയും ഒരിക്കലും നോ ബ്ലീച്ച് ഇല്ലാണ്ട് കളറും ചെയ്യാൻ പറ്റാറില്ലെന്ന് പറയും. പക്ഷെ ചേച്ചി യൂഷ്വലി ബ്ലീച്ച് ഇല്ലാണ്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു എക്സ്പെക്ടേഷനില് നമുക്ക് എനിക്ക് ആക്ച്വലി എന്താ പറയാ വന്നിട്ട് ഈ മീൻസ് ഇന്നലെ നമുക്ക് വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വെഡിങ് റിസപ്ഷൻ എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ രാവിലെ വന്നു. പിന്നെ നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ വന്ന് ഹെയർ കളർ ചെയ്യാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് പിറ്റേ ദിവസമാണ് വന്നേക്കുന്നത്. ഈ 30-ാം തീയതി എത്തുപോയി. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ചൂടുണ്ടോ വേർത്ത് നിന്നിട്ടാണ് ഒലിക്കാണ്. അപ്പോൾ നമ്മൾ ഹെയർ കളറിങ് എന്നുള്ള പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് സീ. അടിപൊളിയാക്കും എന്നുള്ള എനിക്കറിയാം. ചേച്ചി യൂഷ്വലി അടിപൊളിയാക്കാറുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി ഹെയർ ട്രീറ്റ്മെന്റ്സും സ്കിൻ ട്രീറ്റ്മെന്റ് മാത്രമല്ല കിഡിലനായിട്ടുള്ള ബ്രൈഡൽ മേക്ക് ഓവേഴ്സും ഇവിടെ ചേച്ചി ചെയ്യും കേട്ടോ. കളർ ചെയ്യണമെന്നെ മുടിയുടെ അവസ്ഥ കാണിച്ചതാണ്. അതാണ് അവസ്ഥ സിറ്റുവേഷൻ. ഇത് എന്റെ ഇത് എന്താണ് ഇവിടെ നിന്ന് ഇവിടെ വരെ ബ്ലാക്ക് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വർഷങ്ങൾ എത്രയോ മുന്നേ കളർ ചെയ്ത കളറൊക്കെ പോയ ഒരു എന്ത് കളറാണ് ചേച്ചത്? ഇതിപ്പോ റെഡ് അടിച്ചിട്ട് റെഡ് പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്നല്ലോ. അപ്പൊ അത് റെഡ് അടിച്ച കളറാണോ കഴിയുമ്പോ ഉണ്ടാവുന്ന ഒരു കളറാണ്. നിങ്ങളുടെ ചേച്ചി ഇതെന്താ കളർ? ഇതിനൊക്കെ എന്ത് കളർ? എനിക്ക് പേര് നോക്കി പാടില്ല. സത്യം റെഡ് അടിച്ച് കഴിയുമ്പോ പോയി വേറൊരു കളറായിട്ടുണ്ടാവും. ആ കളർ ഭംഗിയാണ്. പക്ഷെ അത് എടുത്ത് കാണിയാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽസിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണില്ല. പിന്നെ ഹൈ ടൈം മുടി അപ്ഗ്രേഡ് ചെയ്ത സമയം കഴിഞ്ഞ് കുറെ നാളായി. നമുക്ക് കുറച്ച് കളർ ചേഞ്ച് കൊടുക്കാം. അത് ബ്ലോണ്ട് കൊടുക്കാം. വ്യത്യാസം അതാണ് ഓരോ നിർദ്ദേശം. അതെ ഭയങ്കര നമ്മൾ പോയത്. ഞാൻ അമ്മ വിട്ടിട്ടില്ല. നന്നായിട്ട് കിടന്നിരുന്ന മുടി പകുതി പോയി. ഇപ്പൊ ഞാൻ 2 സൈഡിലൊന്നും വെട്ടിയിട്ടില്ല. പകുതി പോയി വെച്ചാല് നേരത്തെ ഒരു സൈഡില് പിടിക്കണ ആ തിക്നെസ് ഇപ്പൊ എല്ലാം കൂടി ബ്രൈഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൈഡ് കെട്ടൂല. ഞാൻ രാത്രി അല്ലെങ്കിൽ 2 സൈഡ് കെട്ടി കിടക്കുമായിരുന്നു. ചന്ത കടന്നു ഇത് കൊടുക്കാം.
ഞങ്ങൾ ആദ്യം പോയിട്ട് ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടോ, ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് കുറേ നാളായിട്ട് എനിക്ക് അമ്മ വീട്ടിലാണ് ഹെയർ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അമ്മ ജസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ചെറിയ ലെയേഴ്സ് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ ഞാൻ പുറത്ത് ഹെയർ കട്ട് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഐ തോട്ട് ഐ ഗിവ് എ ഹെയർ കട്ട് ഓൾസോ. അപ്പോൾ ചേച്ചി എനിക്ക് നല്ല ലെയേഴ്സ്, ലോങ് ലെയേഴ്സ്, ഞാൻ ഒട്ടും മുടി വെട്ടരുത് ചേച്ചി, ലെങ്ത്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോകാൻ. ബിക്കോസ് എനിക്ക് ലോങ് ഹെയറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. ഈവൻ ദോ നമ്മുടെ തിക്നെസ് ഒക്കെ കുറേ പോയെങ്കിലും, മറ്റേ നമ്മുടെ ഫുഡ് പോയിസണിങ് വന്നിട്ട് കുറേ തിക്നെസ് പോയെങ്കിലും എനിക്ക് ആ ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചേച്ചി പറഞ്ഞു ലോങ് ഹെയർസിനുള്ള ലെയേഴ്സ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആദ്യം ഹെയർ കട്ട് ചെയ്തു. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ കളറിങ് പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് വയ്യാതിരിക്കണമുണ്ട്, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹണി ബ്ലോണ്ട് ഷെയ്ഡാണ്. ചേച്ചി ഈസിലി എനിക്ക് ചെയ്തു തന്നത് നമ്മളുടെ എന്താ പറയുക ഹെയർ പ്രീ ലൈനിങ് ചെയ്യാണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ ഹെയർ കളറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ് ആൻഡ് ഓൾസോ ലോങ് ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം എടുക്കും ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലായിടത്തും മുടി എന്താണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി സെറ്റ് ആക്കിക്കൊണ്ട് ഇരിക്കട്ടെ. അപ്പം മീൻ വയൽ നമ്മൾ നെയിൽസ് പറഞ്ഞു പോയായിരുന്നു. ഞാൻ ജെൽ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട്, റീഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ അതിന്റെ ടൈം കഴിഞ്ഞു, എനിക്ക് ത്രീ വീക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജെൽ പോളിഷ് ഇടാൻ വേണ്ടി മൊത്തം ബ്യൂട്ടിഫിക്കേഷൻ ആണെന്ന് അല്ലേ ചേച്ചി? നമ്മളുടെ ഹെയർ കളർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹംഗ്രി ആയി നമ്മൾ. അപ്പോൾ ചേച്ചി എനിക്ക് KFC ഓർഡർ ചെയ്തു തന്നു. മീൻ വയൽ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ റൂട്ട് ടച്ചപ്പ് ചെയ്യാറുള്ളത് കൊണ്ട് 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് റൂട്ട് ടച്ചപ്പ് ചെയ്യാറുള്ളത് കൊണ്ട് ഈ ഭാഗത്തുള്ള മുടികളുടെ കളർ പിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് റീഅപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്, എന്നാലും ഒന്നും കൂടെ അത് സെറ്റ് ആയിട്ട് ഉള്ളിലേക്ക് കളർ പിടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞാനപ്പോൾ റൂട്ട് ടച്ചപ്പ് ചെയ്യുമ്പോൾ കാണിനടുത്ത് മാത്രം ചെയ്യാറുള്ളൂ, ബാക്കിലോട്ടൊന്നും ചെയ്യാറില്ല, ഫുൾ ഹെയർ ചെയ്യാറില്ല. ഈ ഏരിയ അത് നമ്മള് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കാണുന്ന സ്ഥലം, അല്ലെങ്കിൽ വിസിബിൾ ആവുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ കളർ പിടിക്കാൻ ഭയങ്കര പാട്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇൻ ബിറ്റ്വീൻ ഞാൻ നെയിൽസ് റിമൂവ് ചെയ്തു. ആക്ച്വലി ഞാൻ എന്താ പറയാ, ഞാൻ ഇത് ഇടാന്ന് വിചാരിച്ചു, ജെൽ നെയിൽ പോളിഷ് അടിക്കാന്ന് വിചാരിച്ചു. എക്സ്റ്റൻഷൻ അല്ല, ജെൽ നെയിൽ പോളിഷ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പക്ഷെ 2 മാസം കണ്ടിന്യൂസ്ലി ഞാൻ ജെൽ പോളിഷ് അല്ലല്ലോ, ജെൽ എക്സ്റ്റൻഷൻസ് ചെയ്തിട്ട് എന്റെ ഒരു നെയിൽ ഡാമേജ് ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ട നടുക്കൊരു ഇത്. അപ്പൊ അവര് പറഞ്ഞു ഞാൻ സൺലൈറ്റ് ഒക്കെ കിട്ടാത്തതുകൊണ്ട് ബ്രീത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു ഇതൊന്നും ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് ഫയൽ ചെയ്ത് ട്രിം ചെയ്ത് നിർത്താൻ വേണ്ടി പോയി. എന്നിട്ട് നെയിൽ പോളിഷിന് അപ്ലൈ ചെയ്യുന്നില്ല. കാലത്തേയും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചാൽ കാലിലും ചെറിയ പ്രശ്നമുണ്ട് ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നെയിൽ പോളിഷ് അടിക്കണ്ട എന്നുള്ള ഡിസിഷനിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്, അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ. അപ്പൊ ഇത് സെറ്റ് ആവുന്ന സമയത്ത് ഞാൻ KFC കഴിക്കണം. ചേച്ചി ഇങ്ങനെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ചും കൂടി സൗകര്യം ബർഗർ ആയതുകൊണ്ടൊന്ന് ബർഗറാണ് ഓർഡർ ചെയ്തത്. 2 ദിവസമായിട്ട് നല്ല അടിയാണ്. ഇന്നലെ ഞങ്ങള് ശ്രീകുരിയുടെ ബ്രദറിനോട് എൻഗേജ്മെന്റ് ആണല്ലേ വന്നത്. അവിടെ തന്നെ വെറൈറ്റി ഡിഷസ് ആയിരുന്നു. കഴിച്ച് എന്റെ വയറ്, ഞാൻ 5 months പ്രഗ്നന്റ് ആയത് മാതിരി എനിക്ക് വന്നത്. എന്റെ ട്രെയിനർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്, കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം, കൂടുതൽ വലിച്ചു വരുത്തിണ്ടരുത്. പക്ഷെ നമ്മൾ ഫംഗ്ഷൻസ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒരു ബർഗർ, 2 ഫ്രഞ്ച് ഫ്രൈസും കൂടി കഴിച്ച് ഞാൻ എൻ്റെ ഇത് പിന്നെ സൗകര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് അല്ലെങ്കിൽ പിന്നെ റൈസ് ഒക്കെ കഴിക്കാൻ പറയുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലഞ്ച് ടൈമിലേക്ക് കടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ അല്ലേ ചേച്ചി? കഴിച്ചു ഞാൻ കഴിച്ചു. ഒരു കടി ഹെയർ കളറിൻ്റെ ഇടയിൽ ഞാൻ നെയിൽസ് റിമൂവ് ചെയ്തു ആൻഡ് ഓൾസോ പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറേ സമയം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമുക്ക് പയ്യെ നമ്മുടെ ഹെയർ കളർ റിവീൽ ചെയ്യാം. നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കാണിക്കും അല്ലേ ചേച്ചി? ചേച്ചിയുടെ കഠിനാധ്വാനം. ഒരു പ്രത്യേക തരത്തിലാണ് കേളിയാണ് കണ്ടുപിടിച്ചത്. ഞാനത് കണ്ടു, ശ്രദ്ധിച്ചു ഞാൻ കേളി. അതെ,
നമ്മൾ എന്തെങ്കിലുമൊക്കെ പാർലറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചിമാരുടെ ഞാൻ ഒബ്വിയസ്ലി കമ്പനി ആയിരിക്കും, കമ്പനി ഉള്ളിടത്താണ് ഞാൻ പോകാറുള്ളത്. അവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്പിന് അടിച്ചു മാറ്റാൻ ശ്രമിക്കാറുണ്ട്. നമ്മള് ഹെയർ സ്റ്റൈലിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കം വരുന്ന പിടിച്ചിട്ടാ തലയിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉറക്കം വരും. ഇന്നലത്തെ ക്ഷീണത്തിൽ ഇന്നലെ ഒന്നും ഉറങ്ങിച്ച കൂടി എന്റെ അമ്മേ. ഇങ്ങനെ ഇരിക്കലല്ലേ പണി വേറൊന്നുമില്ല. ഇവരാണല്ലോ പണിയെടുക്കണത്. എനിക്ക് വേണ്ടി ഉറക്കം വന്നിട്ട് അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ഹെയർ സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തത് കാണിക്കാൻ വേണ്ടി പോലെ. പിന്നെ ഇപ്പൊ കാണിക്കട്ടോ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞത് എനിക്ക് ചേച്ചി എവിടെ പോയാലും ഞാൻ അങ്ങനെ ഫൈനലി ഐ റീച്ച് ഹിയർ. കണ്ടാ, ഇതാണ് എനിക്ക് ഇതാണ് ഇഷ്ടം. മനസ്സിലായി. ഞാൻ റീസെന്റ് ബാംഗ്ലൂരിലൊരു സലൂണിന്റെ കൊളാബറേഷന് പോയിട്ട് അവർക്ക് കളർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ബ്ലീച്ച് ചെയ്യാണ്ട് അവർക്ക് പറ്റില്ല ബാംഗ്ലൂരില്. അവരത് ചെയ്യണ്ട, ചെയ്തില്ല ഞാൻ. പക്ഷെ ഏതാ ദാറ്റ് ഇസ് ചേച്ചി. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്. എവിടെയൊക്കെ കറങ്ങി തിരിച്ചെല്ലാം അവസാനം വരൂ. കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ നമ്മളുടെ ഇരിപ്പ് വശം വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ എത്ര എന്റെ ആദ്യത്തെ ഹെയർ കളർ തന്നെ ഇവിടെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ ചെയ്യുന്നത് ഏഞ്ചൽസിലെ ഹെയർ കളർ ചെയ്തൊരു ബ്ലോഗിന്റെ ഓർമ്മ ചെയ്യാൻ 3 എണ്ണം ഉണ്ടാവും അല്ലേ? ഇത് കൂടി കൂട്ടിയിട്ട് 3 എണ്ണം എന്തായാലും കാണും ഫോർ ഷുവർ. പക്ഷെ ഇതാണ് ഞാൻ ഇവിടെ തിരിച്ചെത്തുന്നത്. അത്ര അടിപൊളിയാണ് ചേച്ചിയുടെ സർവീസ്. ആൻഡ് ഓൾസോ ചേച്ചിക്ക് സെപ്റ്റംബർ 1 തൊട്ട് 15 വരെ ഓണം ഓഫർ ഉണ്ട് കേട്ടോ. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിന്റെ സർവീസസിനൊക്കെ 30% ഓഫർ. കം ആൻഡ് ഗ്രാബ് ഇറ്റ് ഗൈസ്. കൊച്ചിയിലുള്ളവർക്ക് കൂടി വാങ്ങും. അടിപൊളി ഓഫേഴ്സ് ആണ് ചേച്ചി. ആക്ച്വലി അഫോർഡബിൾ ആണ് മൊത്തം ഇവിടെ. ഓൾസോ സീ ദ സർവീസ് വിത്തൗട്ട് പ്രീ ലൈറ്റനിങ് ആണ് അത് കിട്ടിയേക്കുന്നത്. എവിടെ കിട്ടും? എവിടെ? അത് ഓൾറെഡി എന്റെ ഹെയറിൽ കളർ ഉണ്ടായിരുന്നു. മറ്റേ ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട്. അതുകൊണ്ട് അത് തന്നെ ഞാൻ പൊതുവെ പറയുമ്പോ ഞാൻ നേരത്തെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് ലൈറ്റനിങ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രീ ലൈറ്റനിങ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാ നമുക്ക് ഡാമേജ് ആവും, മുടി കടായി പോകും. പക്ഷെ കണ്ട അതാണ്. അപ്പൊ കൊച്ചി ഇൻ ആൻഡ് അറൌണ്ട് കൊച്ചി ആൻഡ് ഓൾസോ പീപ്പിൾ ഹു ക്യാൻ റീച്ച് ഔട്ട് ടു ഫോർട്ട് കൊച്ചി കം അല്ലേ ചേച്ചി? അതാണ്. ഫോളോ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ കൊടുക്കാം. അപ്പൊ ഓഫേഴ്സ് ഉണ്ട് 15th വരെ. അപ്പൊ നിങ്ങൾ നല്ല ടൈമാണ് ഇപ്പൊ വന്നിട്ട് ചെയ്യാൻ. ഭംഗി എന്തൊരു ഭംഗി നോക്കി മുടിയാണ്. അടിപൊളി. ചേച്ചിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നിട്ട് അതുകൊണ്ടാണ് ഇത്തിരി കെയർ ചെയ്യിക്കുന്നത്. ഇച്ചിരി ട്രിം ചെയ്തിട്ടുള്ളൂ, ഇച്ചിരി ലെയർ ഇട്ടിട്ടുണ്ട്. കുറെ നാളായിട്ട് വെറുതെ അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു ചക്കര. അതെ, നിങ്ങാണ്ട് പോട്ടെ കാറ്റടിക്കാണ്ട്. കാറ്റടിക്കാനും വീട്ടിലെത്തോ ചെന്നായിട്ട് വേണ്ടി ഇങ്ങനെ പോകാം. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി ചേച്ചി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നെയിൽ പോളിഷ് നമ്മൾ പെഡിക്യൂർ ചെയ്തു, നെയിൽസ് റിമൂവ് ചെയ്തു. ചേച്ചി നടന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഡാമേജ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ മുടി സെറ്റ് ആക്കി തന്നു. അടിപ്പാളയാണ്. അടിപ്പാളി കണ്ട ചേഞ്ച് വന്നു എന്റെ മുടിക്ക്. നമ്മളുടെ നേരിട്ടുള്ള കളറിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ഇവിടെ നമ്മള് മറ്റേ ഇത് മറ്റേ ഹെയർ അതെ റൂട്ട് ടച്ചപ്പ് ചെയ്തതിന് പറ്റിയതാ. അതിലാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്. അതിലോട്ട് കളർ കയറുന്നില്ല. ലൈറ്റ് ആയിട്ട് എവിടെയൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ആയി കിട്ടില്ല. എനിക്ക് സന്തോഷമായി. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചി ബൈ. അടുത്ത വർഷം കാണാം. പുതിയ നമ്മൾ